So the first problem is calculate current through 20 ohm resistor where cut-in voltage of all diodes are 0.7 volt and forward dynamic resistance of 2 ohm. So this is a problem. Five volt. We having a bridge circuit. Here we can have a bridge circuit with the 20 ohm resistor here. Diode D1, D2, and D3. So this is the problem, and in this problem you have to find out the current through 20 ohm resistor. ഈ റെസിസ്റ്ററിലൂടെയുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, and here the diodes are not ideal diodes, so the diodes having a cut-in voltage of 0.7 voltage. Each diode having a cut-in voltage of 0.7 voltage. What is cut-in voltage? For to achieve this switching condition, we need to have a 0.7 voltage. അല്ലേ, നമ്മൾ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി നോക്കിയതാണ്. ഫോർവേഡ് ബയാസിൽ 0.7 വോൾട്ടേജിന് ശേഷം മാത്രമാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. സോ ആഫ്റ്റർ ദിസ് 0.7 വോൾട്ടേജ് ദ ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ബട്ട് ഐഡിയൽ കേസിൽ നമ്മൾ റെക്ടിഫിക്കേഷനൊക്കെ പ്രോസസ്സ് നോക്കി കഴിഞ്ഞ് ഇപ്പം നമ്മൾ പഠിച്ചത് ഐഡിയൽ കേസിൽ there is no cut-in voltage. Even in a small forward bias voltage it will conduct. Okay, ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എനി ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. But in forward bias, this is not an ideal diode, so it is having a 0.7 voltage cut-in voltage. Okay, and also there is a forward dynamic resistance of 2 ohm. That means after it is in act as in a closed switch, there will be a resistance of 2 ohm, because you can see the slope. A small slope is there. Ideally there will be no slope, it will be directly conduct, but here there is a small slope. That slope resistance is 2 ohm. അപ്പോൾ ഈവൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അവിടെ 2 ohm റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ വാട്ട് വിൽ ബി ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി 20 ohm? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ ഹിയർ ദി ഡയോഡ് D2 and D4 is reverse bias, isn't it? So ബാറ്ററിയുടെ പോസിറ്റീവ് സെല്ല് ഡയോഡ് D1ൻ്റെ ആനോഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ D1 വിൽ ബി ഫോർവേഡ് ബയാസ്. ബാറ്ററിയുടെ പോസിറ്റീവ് സെല്ല് D4ൻ്റെ നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ D4 വിൽ ബി ഓപ്പൺ സർക്യൂട്ട്. അതുപോലെ തന്നെ D2 വിൽ ബി റിവേഴ്സ് ബയാസ്, കാരണം നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് D3 വിൽ ബി ഫോർവേഡ് ബയാസ്, നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ദി ഈക്വലന്റ് സർക്യൂട്ട് will be the equivalent circuit of this diagram. So we can have circuit will become
D1 is forward bias, and forward bias also having a forward dynamic resistance. Forward dynamic resistance of 2 ohm. So I just replace with 2 ohm, and also there will be 20 ohm because the current is flowing through this path. Indeed. So, and again there is a 2 ohm resistor is there, and 5 volt. Okay. So this is the equivalent circuit. Then what will be the current flowing through the 20 ohm? This current is the total current flowing through the circuit. ആരെങ്കിലും ഒന്ന് ആൻസർ പറയാമോ? ആരെങ്കിലും ഒന്ന് ആൻസർ പറയാമോ? ഇത് എത്രയാണ് ചെയ്യാൻ പറ്റുക? 5/24 ohm ആണോ ആൻസർ? Is it 5/24? Because 5 voltage, 2 plus 20 plus 2, 24 ohm is the total resistance. So the current will be 5/24. Isn't it? ആണോ? നിങ്ങൾ ആരെങ്കിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. തെറ്റായിക്കോട്ടെ, തെറ്റായി കഴിഞ്ഞാൽ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, കാരണം എന്താണെങ്കിലും നമുക്ക് മനസ്സിലായോന്ന് അറിയാൻ പറ്റുള്ളൂ. 5/24 ആണ്. 5/24. ഇത് ഞാൻ ഈ പ്രോബ്ലം തരാൻ തന്നെ കാരണം എല്ലാവരും നമ്മൾ വിചാരിക്കുക 5/24 ആണെന്ന്. കാരണം ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് 2 ohm ആണ്. അപ്പോൾ ഡയോഡിന് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ 2 ohm. ഫോർവേഡ് ബയാസിലുള്ള, റിവേഴ്സ് ബയാസിലുള്ള ഓപ്പൺ സ്വിച്ച് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ പ്രോബ്ലത്തിൽ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ടേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് 0.7 വോൾട്ടേജ് വേണം. അപ്പോൾ ഒരു 0.7 വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ, ഡയോഡ് D1. അതുപോലെ തന്നെ ഒരു 0.7 വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പം ഇവിടെ ഒരു 0.7 വോൾട്ടേജ് ഓൾറെഡി ഈ 5 വോൾട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു 0.7 വോൾട്ടേജ് ഈ ഡയോഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ D3 ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അപ്പം ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻ എഫക്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു 5 minus 1.4. That means by 24. That means 3.6/24. എന്തുകൊണ്ടാണ് ഞാനത് എടുത്തതെന്ന് മനസ്സിലായോ? കാരണം ഓൾറെഡി ഈ ഡയോഡിന് ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് ഈ സെല്ലിൽ നിന്ന് 0.7 വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് ഒരു 0.7 വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ഡയോഡും ഫോർവേഡ് ബയാസ് ആവുള്ളൂ. ഓക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം ഞാൻ ഈ 5 വോൾട്ടേജിന് പകരം ഞാനൊരു 1 വോൾട്ടേജ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ ഡയോഡിലൂടെ, ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? ഈ 1 വോൾട്ടേജിൽ നിന്ന് ഓൾറെഡി 0.7 വോൾട്ടേജ് ഈ D1 എന്ന് പറഞ്ഞ ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കാൻ എടുത്തു. ഇനി D3ന് ഫോർവേഡ് ബയാസ് ആക്കണമെങ്കിൽ ഒരു 0.7 വോൾട്ടേജോടെ വേണം. ബാക്കി റിമൈനിങ് ആയിട്ട് ഇതിനകത്ത് 0.3 വോൾട്ടേജേ ഉള്ളൂ. സോ ഈ D3 എന്ന് പറയുന്നത് ഒരിക്കലും ഫോർവേഡ് ബയാസ് ആവില്ല. അപ്പോൾ ഈ റീജിയനിലാണ്, ഈ 0.3 വോൾട്ടേജിന്റെ റീജിയനിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ഈ സർക്യൂട്ടിലൂടെ അപ്പോൾ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. ചിലപ്പോൾ അങ്ങനെയും പ്രോബ്ലം ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് 5 വോൾട്ട് ഇവിടെ ഒരു 1 വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിലൂടെയുള്ള 20 ഓമിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം എന്താ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡയോഡാണ് ഫോർവേഡ് ബയാസിലാവുകയുള്ളൂ. 2 ഡയോഡും ഫോർവേഡ് ബയാസിലാവില്ല. ഓക്കെ. അതിനുശേഷം മാത്രമാണ് ഈ 2 ohm എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ 2 ohm റെസിസ്റ്റർ ഉണ്ടാവും. ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് 0.7 വോൾട്ടേജ്
ഈ സെല്ലിൽ നിന്ന് ഡ്രോപ്പ് ആവും. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് 3.6/24 എന്ന് എടുത്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായ്പ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ കാര്യം. എപ്പോഴും നമ്മൾ എക്സാമൊക്കെ എഴുതുമ്പം അത് വളരെയേറെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്ലിപ്പർ സർക്യൂട്ടിലേക്ക് പോവാം. ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ടിലേക്കും പോവാം. ഓക്കെ, ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. ഇറ്റ് വിൽ ഷേപ്പ് എ വേവ് അല്ലെങ്കിൽ വേവ് ഷേപ്പിംഗ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇൻപുട്ട് വേവിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസം വരുത്തുന്ന ടൈപ്പ് സർക്യൂട്ടിനാണ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. നമുക്കിതുപോലെ തന്നെ ക്ലാമ്പർ സർക്യൂട്ട് ഉണ്ട്. ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്ന വേവ് ഷേപ്പിന് മാറ്റങ്ങളൊന്നും വരുത്തില്ല. ഇറ്റ് വിൽ ക്ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആഡ് എ DC വോൾട്ടേജ് ഓർ റെഡ്യൂസ് എ DC വോൾട്ടേജ്. അങ്ങനെ ക്ലാമ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഷേപ്പിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലത്തെ സർക്യൂട്ടിനെയാണ് ക്ലാമ്പർ സർക്യൂട്ട്. നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് ജസ്റ്റ് നോക്കാം. ക്ലിപ്പർ സർക്യൂട്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വേവ് ഫോം ഒക്കെ തന്നിട്ട് ട്രാൻസ്ഫർ കർവ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചോദിക്കുന്നത് ക്ലിപ്പർ സർക്യൂട്ട് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പർ സർക്യൂട്ട് ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ റിമൂവ് ചെയ്യും. ക്ലിപ്പ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യും എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ഇൻപുട്ട് വേവിനെ ക്ലിപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ട്. വി ക്യാൻ ഹാവ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഭാഗം ക്ലിപ്പ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈക്കിള് ക്ലിപ്പ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്. ബയാസ്ഡ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ഡയോഡിനെ ബയാസ് ചെയ്യുന്ന എങ്ങനെയാണ്. നമ്മൾ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും കണ്ടു. ഒരു DC വോൾട്ടേജ് വെച്ചിട്ട് അതിനെ ആക്റ്റീവ് ആക്കുന്നതിനെയാണ് നമ്മൾ ബയാസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്. ദെൻ കോമ്പിനേഷൻ ക്ലിപ്പർ. ദീസ് ആർ ദ ക്ലിപ്പർ സർക്യൂട്ട്. ഈ പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ സീരീസ് ആൻഡ് ഷണ്ട് ഉണ്ട്. എല്ലാത്തിനകത്ത് സീരീസ് ആൻഡ് ഷണ്ട് ടൈപ്പ് ഉണ്ട്. സീരീസ് ടൈപ്പ്, ഷണ്ട് ടൈപ്പ്. സീരീസ് ടൈപ്പ്, ഷണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലലാണ്. പാരലിനെയാണ് നമ്മൾ ഷണ്ട് എന്ന് പറയുന്നത്. സീരീസ് ആൻഡ് ഷണ്ട്. ഓക്കെ, അപ്പം സീരീസ് എന്ന് പറയുന്നത് ഡയോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ സീരീസ് ആണോ ഷണ്ടാണോ എന്ന് പറയുക. അപ്പം ഡയോഡ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. ഡയോഡ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡയോഡിൻ്റെ അനദർ ആപ്ലിക്കേഷനാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ക്ലിപ്പർ സർക്യൂട്ടിൽ ഡയോഡ് പ്ലസ് റെസിസ്റ്ററിൻ്റെ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും ക്ലിപ്പർ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുക. എല്ലാ ക്ലിപ്പർ സർക്യൂട്ടിലും ഡയോഡും റെസിസ്റ്ററും ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയോഡിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആക്ട് ആസ് ഞാൻ ഐഡിയൽ ഡയോഡിൻ്റെ കേസിലാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ഡയോഡിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഒരു ഫോർവേഡ് ബയാസ് ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ ഐഡിയൽ കേസിനകത്ത് ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും, ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. അതിൻ്റെ റിവേഴ്സ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഫോർവേഡ് ബയാസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ കൊടുക്കുക, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുക, ഇവിടെ പോസിറ്റീവ് കൊടുക്കുക. സോ ഇറ്റ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഓക്കെ, സോ ദിസ് ഈസ് ഓപ്പൺ സ്വിച്ച്, ദിസ് ഈസ് ക്ലോസ്ഡ് സ്വിച്ച്. ദാറ്റ് നമ്മളത് നോക്കിയതാണ്, റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലൊക്കെ നോക്കിയതാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ ഈസ് എ ക്ലിപ്പർ സർക്യൂട്ട് അല്ലേ. റെക്ടിഫിക്കേഷൻ ഒരു ഡയോഡ് വെച്ചിട്ടുള്ള ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇറ്റ് വിൽ ബി ക്ലിപ്പ് ഓഫ് എ പോസിറ്റീവ് സൈക്കിൾ ഓർ നെഗറ്റീവ് സൈക്കിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് ദി ഡയോഡ്.
പൊസിഷൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ പോസിറ്റീവ് സൈക്കിൾ ക്ലിപ്പ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ ക്ലിപ്പ് ഓഫ് ചെയ്യും. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലിപ്പിംഗ് സർക്യൂട്ട് തന്നെയാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടാണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പം ഞാൻ ഡയഗ്രാം വരയ്ക്കാം. കൺസിഡർ this is my circuit. Here I am applying input cycle, input waveform. Instead of a sinusoidal signal is applying, and I am taken output from across this load resistor. So output is taken here. Okay. So what happened to the both cycle, positive and negative cycle? So consider this is my positive cycle, negative cycle, positive cycle, and the maximum voltage is V, peak voltage, and here it is minus V. This is my input voltage V in. Consider V in is Vm sin omega t. Okay, and this is my output. V out is taken across the load resistor R. Okay, so for the positive cycle, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I will take positive cycle. Here it is positive and negative. This is the diode D. Here the diode is reverse bias in the positive cycle, so it will be act as a open switch. So there will be no current is flowing through the load resistor. So the output voltage will be 0. In positive cycle, there is no output voltage because no current is flowing through the load because this diode is open. So in this positive cycle, there will be no output. Okay. In negative cycle, here it is positive, here it is negative. So the diode will be act as a closed switch because of this biasing. The diode is in forward bias, so it will be act as a closed switch. So there will be a current flowing through the circuit. Current is flowing in this direction. Current താഴെ നിന്ന് മേളിലേക്ക് പോകുന്ന ഡയറക്ഷനെയാണ് നമ്മൾ നെഗറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്. മേളിൽ നിന്ന് താഴേക്ക് ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്, സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ് സൈക്കിൾ ഇറ്റ് വിൽ ബി ക്ലിപ്പ് ഓഫ്. So it is a positive series clipper. Why it is series clipper? The diode is connected in series to the input and output. So it is positive series clipper. So if the diode is connected in opposite direction, is reverse direction, we will get a negative series clipper. Okay, hope you clear this idea. And what will be the output characteristics? Output characteristics means input versus output curve. So characteristics can be simply drawn as, in x-axis we can be drawn as plus V in and minus V in, and y-axis we can be drawn as plus V out and minus V out. So this is a positive clipper. So in a positive cycle there will be no output voltage, so we will have a 0 output voltage. And in negative cycle, minus V in, we will get a V out. It will be linearly vary. When V in is vary, according to this V in, V out will be vary. So whatever the input, that will be getting the output in the negative cycle. So this is the output characteristics or input versus output relation between this positive series clipper. Okay, hope you clear this idea. And also we can have positive shunt clipper and negative shunt clipper is also there. First of all, I just mentioned positive shunt clipper. Shunt means it will be connected in parallel. Okay, so this is my input voltage. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ടെന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ.
Consider this is my diode. And here I am taken output across the diode. That means diode is connected parallel to the input and output. So here it is, V out is taken across the diode. So what will be the input and output relation? Consider I am applying this cycle. Here we can have positive negative cycle, and we can have, this is the input and this is the output. Okay, so like that, in positive cycle, here it is positive, here it is negative, so the diode is in forward bias. Whenever it is in forward bias, what will happen? It will be act as a closed switch. It will be act as a closed switch, isn't it? So it will be simply a conducting line. So the output is taken across a conducting line. So what will be the output? Output is equal to I into RL. Whatever this R here, R is 0 because it's just a conducting line, isn't it? അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും കിട്ടില്ല, ശരിയല്ലേ? സോ here in positive cycle we will not get any output because even though it is conducting we will not get any output because the R is 0 here. Okay, what will happen in the negative cycle? Negative cycle, here it is positive, here it is negative. So the diode is in a reverse bias, open circuit. So whatever the input we will get in the output, isn't it? If it is in open circuit, whatever the input, here we are taken output here. So whatever the input, that will be get in the output. So in the negative cycle we will get a output. So same transfer characteristics is applicable here. So in shunt clipper, if it is conducting, if it is forward bias, we are taken the output across this diode, that output will be 0 because in conducting line we will get no output because R is 0. But in series type clipper, if it is open, we will not get output because no current is flowing through the circuit. So that is the difference between series and shunt clipper. You always remember these two things, otherwise you can't do the problem. Okay, so this is the basic difference, series and shunt clipper. Okay, hope we clear this one. ഈ ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ സീരീസ് ഷണ്ടും ക്ലിയർ ആണെങ്കിൽ മാത്രം ഞാനിത് ഇത്രയും ഇതായിട്ട് പറഞ്ഞത്, സീരീസ് ഷണ്ടും ക്ലിയർ ആണെങ്കിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഇനി ക്ലാരിറ്റി വരിക. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ബയാസ്ഡ് സീരീസ് clipper. Okay, so we are applying also a DC voltage to the circuit. So let a 3 voltage DC source is applied here and series clipper, so the diode is connecting like this, and here I am applying this input voltage and output is taken across a resistor here. This is my V out, this is my diode, this is my V. Okay. So I have both positive and negative cycle. Consider this is my positive cycle and this is my negative cycle. Okay, positive and negative cycle. Consider for example here I am applying a 3 volt, so I am tan sin omega t is the applied input sinusoidal signal, let assume. So here it is plus 10 volt. ഞാൻ കുറച്ച് നമ്പർ കൊടുത്തേ ഉള്ളൂ, കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് minus 10 volt. Okay, even if we have the input voltage is 0 voltage,
what is the condition of this diode? The diode will be in forward bias, because even there is no voltage, consider this is act as a short circuit. Here can we see that here the bias cell in the, this is the biased cell. Biased cell in negative ലേക്കും positive ലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. So the diode is in forward bias. How much voltage? 3 voltage forward bias. And what will be the voltage? What will be the direction of the current? That is very important. So here it is V out, and here what is the V out? V out എത്രയാണ്? V out will be, what is the direction of the current flow? Current flow is like this. So മേളിൽ താഴെ നിന്ന് മേളിലേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ മൈനസ് വോൾട്ടേജ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു വിൽ ഗെറ്റ് -3 voltage. Even the 0 voltage, input voltage is 0 voltage, we will get a -3 voltage at the output. Okay, hope you clear this one. Clear ആയി എന്ന് വിചാരിക്കുകയാണ്. സോ എന്താണ് -3 ആയിട്ട് എടുത്തത്? ഞാനിത് ക്ലോസ്ഡ് ആണെങ്കിൽ താഴെ നിന്ന് മേളിലേക്കാണ്, ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട്, ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ഫ്ലോ താഴെ നിന്ന് മേളിലേക്കാണ്, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ താഴെ നിന്ന് മേളിലേക്കുള്ള കറണ്ടിനെയാണ് ഞാൻ മൈനസ് ആയിട്ട് എടുത്തത്, -3 voltage. Then I am applying positive cycle. First of all, I am applying positive cycle. And positive cycle apply ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Here it is positive, here it is negative. So എങ്ങനെയാണ് ഒരു ബാറ്ററി നമ്മൾ ആഡ് ചെയ്യുന്നത്? പോസിറ്റീവിലേക്ക് നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് ബാറ്ററിയുടെ സെല്ല് ആഡ് ചെയ്ത് വരുന്നത്. ഇവിടെ ഈ പോസിറ്റീവിലേക്ക് പോസിറ്റീവ് ആണ് കൊടുക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ സെല്ലിനെ ഒപ്പോസ് ചെയ്യുന്നൊരു വോൾട്ടേജാണ് ഞാൻ ഈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 to 3 voltage ഇനീഷ്യലി ഐ ആം അപ്ലൈങ്. ഇവിടെ 0 to 3 voltage ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് 3 voltage എന്ന് വിചാരിക്കുക. ഈ കണ്ടീഷനിൽ ഇൻപുട്ടിൻ്റെ ഈ പോസിറ്റീവ് സൈക്കിളിൽ 0 to +3 voltageൽ എന്താണ് ഔട്ട്പുട്ട് എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. അപ്പോൾ 0 to +3 voltageൽ ഈ ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 voltage ഫോർവേഡ് ബയാസ് ആണ് ഇരിക്കുന്നത്. ഇനിയിപ്പം ഈ 3 voltage സെല്ലില്ല ഇരുന്ന കണ്ടീഷനിലാണ് ഞാൻ ഈ പോസിറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും, അല്ലേ? Due to this input cycle, the diode will be for reverse bias, because പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു 3 voltage ഉണ്ട്, അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇൻപുട്ടിൽ ഒരു 1 voltage വന്നിട്ടുണ്ടെങ്കിൽ ഇൻഎഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 2 voltage ആയി. 2 voltage ആണെങ്കിൽ ഇൻഎഫക്റ്റ് 1 voltage ആയി. 3 voltage ആണെങ്കിൽ ഇൻഎഫക്റ്റ് ഇത് മൊത്തം 0 voltage ആയി. ഓക്കെ, അപ് ടു 0 to +3 voltage the diode will be ഇപ്പം പറഞ്ഞതാണ്. ഓക്കെ, നമ്മളൊരു സാധാരണ ബാറ്ററി, നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒരു ബാറ്ററി കണക്ട് ചെയ്യുക, ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 3 voltage ബാറ്ററിയാണ്, എനിക്ക് 3 voltage അവിടെ വേണമെങ്കിൽ അടുത്ത് നെഗറ്റീവ് കണക്ട് ചെയ്ത് പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ആഡ് ചെയ്യുക. നിങ്ങളുടെ ഈ റിമോട്ടിൻ്റെയൊക്കെ ബാറ്ററി ഇടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഒരു പ്ലസ്സിലേക്കാണ് കൊടുക്കുന്നത്, പ്ലസ്സിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കൊടുക്കുന്നത്, നെഗറ്റീവിൽ നിന്ന് അടുത്ത പ്ലസ്സിലേക്ക് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. എന്നാൽ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. തിരിച്ചാ കൊടുക്കുന്നതെങ്കിലോ, ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോവും, വോൾട്ടേജ് തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും. സോ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യലി ഈ ഡയോഡിൻ്റെ കേസ് ഫോർവേഡ് ബയാസ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈവൻ 0 voltage ആണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീനെയാണ്, പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉള്ള സൈക്കിളിനെയാണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കൊടുക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഡയോഡ് എന്ന് പറയുന്നത് 3 voltage ഫോർവേഡ് ബയാസ് ആണ്. അത് -3 voltage ആവാനുള്ള കാരണം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന കറണ്ടാണ് -3 ആണെന്ന് പറയുന്നത്. ഇനി എന്താണ് ഞാൻ സത്യത്തിൽ ഇവിടെ കൊടുക്കുന്നത് എന്ന് പറയുന്നത്? ഒരു പോസിറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയിങ് സൈക്കിളാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്കിത് വരയ്ക്കാൻ സാധിക്കും. പോസിറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സൈക്കിളാണ്, അതിനകത്ത് ഇങ്ങനെ വേരി ചെയ്യുന്നതാണ്. അതായത് ടൈമിൽ വെച്ചിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്ത് 10 voltage വരെ ആക്കുന്നു, അതിനുശേഷം കുറയ്ക്കുന്ന ഒരു ഇതാണ് ഈ സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സിഗ്നൽ ആവുമ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് വരുന്നത് പോസിറ്റീവ് സൈക്കിളിൽ. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതിനെ ഒപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാനൊരു 1 voltage ആണ് കൊടുത്തതെങ്കിൽ എൻ എഫക്റ്റ് ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ
2 വോൾട്ടേജായി മാറും. ഓക്കെ, കാരണം ഈ സെല്ലിൻ്റെ വോൾട്ടേജ് ഒന്ന് കുറയ്ക്കും, കാരണം ഇതിനെ ഒപ്പോസിറ്റ് ചെയ്തു, 1 വോൾട്ടേജ് ഒപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇൻ എഫക്റ്റ് ഇതിൻ്റെ വോൾട്ടേജ് 2 വോൾട്ടേജായി മാറി, ഈ സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി 2 വോൾട്ടേജ് ആണെങ്കിൽ ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആയി. 3 വോൾട്ടേജ് ആണെങ്കിൽ ഇത് രണ്ടോടെ നള്ളിഫൈ ചെയ്തിട്ട് എനിക്ക് 0 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആയോ ഐഡിയ? ഓക്കെ. അപ്പം അങ്ങനെ ആയ കാരണം എനിക്കിപ്പം 3 വോൾട്ടേജ് 2 വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ എനിക്ക് ഇൻ എഫക്റ്റ് കിട്ടുന്നത് 2 വോൾട്ടേജ് ആയിരിക്കും. 1 വോൾട്ടേജ് ആണെങ്കിൽ 2 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ 3 വോൾട്ടേജ് ആവുമ്പോൾ എനിക്ക് ഇൻ എഫക്റ്റ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 0 വോൾട്ടേജ് ആണ് കിട്ടുന്നത്, കാരണം അത് നള്ളിഫൈ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ 0 to 3 വോൾട്ടേജിൽ ഡയോഡ് ഫോർവേഡ് ബയാസ് തന്നെയായിരിക്കും, ബട്ട് ഡയോഡ് ഫോർവേഡ് ബയാസിൽ തന്നെയായിരിക്കും 0 to 3 വോൾട്ടേജ്. ഇനി 3 to +10 വോൾട്ടേജിൽ എന്തായിരിക്കും ഡയോഡ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. സോ ഞാനിപ്പം +3 വോൾട്ടേജ് കഴിഞ്ഞ് +4 വോൾട്ടേജ് ആക്കി, അതായത് +4 വോൾട്ടേജ് ആക്കി. സോ ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് +1 വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ +1 വോൾട്ടേജ് ആണ് കിട്ടാൻ പോകുന്നത് കാരണം ഈ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും, കാരണം ഇവിടെ പോസിറ്റീവ് ആണ് കൂടുതൽ വരിക. ആ പോസിറ്റീവ് വരുമ്പോൾ ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസിലാണ് വരുന്നത്. ഡയോഡ് റിവേഴ്സ് ബയാസിലാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ദർ വിൽ ബി നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദി ലോഡ് റെസിസ്റ്റർ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. So up to +3 to +10 voltage, I will not get any output. So this output will be 0. Okay, hope you clear this one. And up to +3 to 0 voltage, the same characteristics is there. Clear ആയോ ഈ ഐഡിയ? ഈ ഐഡിയ ക്ലിയർ ആണോ? Okay, then I have to go for the negative cycle. In negative cycle, what will happen? In negative cycle, I am applying a signal like this. Okay, here it is negative, here it is positive. സോ ഞാൻ ഇതിനെ ആഡ് ചെയ്യുന്ന, ഈ സെല്ലിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോഴും എന്താണ്? ഈ ഡയോഡ് വിൽ ബി ഓൾവേസ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. കാരണം എന്താണ്? ഇനി ആഡ് ചെയ്യുന്ന ഡയോഡ് വിൽ ബി നെഗറ്റീവ് സൈഡ്, ഡയോഡ് വിൽ ബി ഓൾവേസ് ഫോർവേഡ് ബയാസ്. And the ineffective voltage will be, what will be the ineffective voltage across the load? This -3 minus whatever this voltage, that will be. അപ്പം 0 ആണെങ്കിൽ -3 ആയിരിക്കും. Then after that it will be like this. So what will be peak voltage? -13 voltage will be the peak voltage, because -10 ആവുമ്പോൾ -10 -3 -13 വോൾട്ടേജ് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഇത് കോംപ്ലിമെന്റ് ചെയ്യുന്ന വോൾട്ടേജ്, ഈ സെല്ലിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വോൾട്ടേജിനെ ആഡ് ചെയ്യുന്ന ബാറ്ററി വോൾട്ടേജ് പോലെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുക. സോ whenever this input voltage is -10 voltage, the output voltage will be -13 voltage. നെഗറ്റീവ് സൈക്കിളിൽ കാര്യം പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ അത്? So the Vout will be -3 voltage minus Vin voltage, that is peak voltage. Peak voltage will be -13 voltage, -10 voltage ആവുമ്പോൾ -13 voltage. Okay, so what will be the transfer curve of this circuit? So how do, sometimes transfer curve ആയിരിക്കും തരുന്നത് നിങ്ങൾക്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആയിരിക്കും തരുന്നത്. So plus Vin minus Vin plus Vout minus Vout. So if my input voltage is 0 voltage, my output voltage is -3 voltage, isn't it? So I will get
a minus 3 voltage here. If the input voltage is positive cycle, if it is 1 voltage, I will get minus 2 voltage. If I have a 2 voltage, I have minus 1 voltage. If I have plus 3 voltage, I have 0 voltage. So it will be like this. And after the plus 3 voltage, the diode will be in reverse bias, so the output will be 0 voltage like this. Okay. And in negative cycle, consider this is minus 10 voltage, so the output will be minus 13 voltage here. Okay. So when it is minus 10, the output will be minus 30. Hope you clear this idea. ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം തന്നെ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നതെന്ന്.